ഹലോ ഫുഡീസ്, വെൽക്കം ടു ദ ഷെയ്ഡ്സ് ഓഫ് സ്പൈസസ്. ഇന്ന് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ മോട്ടഡല്ല സാൻഡ്വിച്ചാണ്. എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഞാനിവിടെ ഒരു പാക്കറ്റ് മോട്ടഡല്ല എടുത്തിട്ടുണ്ട്. ഇനി ഒരു പാന് വെക്കുക. പാനിലേക്ക് 1 ടീസ്പൂൺ ബട്ടർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് മെൽട്ടായി വന്ന സമയത്ത് നമുക്ക് ഈ മോട്ടഡല്ല ഒന്ന് തിരിച്ചും മറിച്ചും ഇട്ടിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇത് ഓൾറെഡി കുക്കായ സാധനമാണ്. ഈ മോട്ടഡല്ല എന്ന് പറയുന്നത് ഓൾറെഡി കുക്ക് ആയിട്ട് വരുന്ന സാധനമാണ് നിങ്ങൾ വാങ്ങുമ്പം തന്നെ. അപ്പം ചില 5 സ്റ്റാർ ഹോട്ടൽസിലൊക്കെ അത് അങ്ങനെ തന്നെ നമുക്ക് തരുന്നതാണ്. ഓക്കെ, അപ്പം നമ്മൾ എല്ലാം കുക്ക് ചെയ്ത് കഴിച്ച ഒരു സ്വഭാവം ആയതുകൊണ്ട് ഞാനിവിടെ അത് കുക്ക് ചെയ്തിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ 1 മിനിറ്റ് ഒന്ന് ഒരു സൈഡും 1 മിനിറ്റ് അടുത്ത സൈഡും കൂടി കുക്ക് ചെയ്തെടുത്താൽ മതി. അധികം കുക്ക് ചെയ്തെടുത്തു കഴിഞ്ഞാൽ അത് പപ്പടം പോലെ ആയിപ്പോവും. അതുകൊണ്ടാണ് 1 മിനിറ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്ലിപ്പ് ചെയ്തിട്ട് എടുത്താൽ മാത്രം മതി കേട്ടോ. മോട്ടഡല്ല കഴിക്കാത്ത ആൾക്കാർ എന്തായാലും ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കണം കേട്ടോ. ഇവിടെ സൂപ്പർ മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആണ്. ഭയങ്കര ഈസിയാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പം ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക ഒരു പ്രാവശ്യങ്ങളും സാൻഡ്വിച്ച് ഉണ്ടാക്കുന്ന സമയത്ത്. ഇനി അതിൻ്റെ വെജീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ ഒരു സവാള, ലെറ്റ്യൂസ്, ക്യാരറ്റാണ് എടുത്തത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജീസ് എടുക്കാം. ക്യാബേജ് എടുക്കാം, ക്യാപ്സിക്കം എടുക്കാം, പിന്നെ കുക്കുംബർ, ഇതൊക്കെ എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ആവശ്യമുള്ള എടുത്തിട്ടുണ്ട്. അതൊന്ന് ജസ്റ്റ് സ്ലൈസ് ചെയ്ത് വെക്കുക. ലെറ്റ്യൂസിൻ്റെ നടുവിലുള്ള തടിച്ച ഭാഗം കട്ട് ചെയ്തിട്ട് ലീഫ് മാത്രമാണ് ഞാൻ എടുത്തത്. അതേപോലെ ഒണിയൻ നിങ്ങൾക്ക് റൗണ്ട് ഷേപ്പിലാക്കി കട്ട് ചെയ്യാം. ഞാനിവിടെ സ്ലൈസ് ചെയ്തതേ ഉള്ളൂ. ക്യാരറ്റ് അതേപോലെ ഞാൻ പീൽ ചെയ്തിട്ടാണ് യൂസ് ചെയ്തത്. ഓക്കെ, ഇനി ഒരു 3 സ്ലൈസ് ബ്രെഡ് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മേലെ ഇഷ്ടമുള്ള സോസ് ആഡ് ചെയ്യാം. ഞാനിവിടെ ടൊമാറ്റോ സോസ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ മേലെ നമ്മൾ എടുത്ത് വെച്ച മോട്ടഡല്ല ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു സാൻഡ്വിച്ചിന് 3 മോട്ടഡല്ല വെച്ചിട്ടാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി അതിൻ്റെ മേലെ ലെറ്റ്യൂസ് വെക്കുക. പിന്നെ ഫില്ലിങ്ങിനായിട്ട് നിങ്ങൾക്ക് ഏത് വെജീസും വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. ഞാനിവിടെ കുറച്ച് ക്യാരറ്റും ഒണിയനും വെച്ചിട്ടുണ്ട്. അതിൻ്റെ മേലെ കുറച്ചും കൂടി സോസ് ആഡ് ചെയ്ത് കൊടുക്കുക. ഏത് സോസും നിങ്ങൾക്ക് മയണീസ് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അങ്ങനെ ഏത് സോസ് വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. ഇനി അതിൻ്റെ മേലെ പിന്നെയും എഗെയിൻ മോട്ടഡല്ല ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാൻഡ്വിച്ച് റെസിപ്പിയാണ് കേട്ടോ. കുട്ടികൾക്ക് ടിഫിൻ ബോക്സ് ആയിട്ട് നിങ്ങൾക്ക് കൊടുക്കാം, ഓഫീസിൽ പോകുന്ന ആൾക്കാർക്ക് കൊടുക്കാം. അപ്പം വളരെ സിമ്പിളാണ് ഉണ്ടാക്കാൻ, അത്രയും ടേസ്റ്റുമാണ് കേട്ടോ. ഇനി അതിൻ്റെ മേലെ മോട്ടഡല്ല വെച്ച് ലാസ്റ്റ് ബ്രെഡ് സ്ലൈസിനും കൂടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു സാൻഡ്വിച്ച് മേക്കർ ഉണ്ടെങ്കിൽ അതിൽ വെക്കാം, അല്ലെങ്കിൽ സാധാ തവയിൽ വെച്ചിട്ട് കുറച്ചൊന്ന് ബട്ടർ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് തിരിച്ചും മറിച്ചും ഒരു ബ്രൗൺ ഷെയ്ഡ് വരുന്നവരെ ടോസ്റ്റ് ചെയ്ത് എടുത്താൽ മതി. അപ്പോൾ ഇപ്പം ഞാൻ സാൻഡ്വിച്ച് മേക്കർ ഉള്ളതുകൊണ്ട് അതിനകത്ത് വെച്ചിട്ട് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇത് അടിപൊളിയായിട്ട് ലൈനിങ് ഒക്കെ വന്ന് സൂപ്പറായി വന്നിട്ടുണ്ട് അല്ലേ. കാണുമ്പോൾ തന്നെ കൊതിയാകുന്നില്ലേ. അടിപൊളി ടേസ്റ്റാണ്, കഴിക്കാനും സൂപ്പറാണ്. അപ്പം ചീസൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക. കുട്ടിക്കാണെങ്കിൽ ചീസൊക്കെ ഇഷ്ടമാവുമല്ലോ. അപ്പോൾ അതൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ പനീറിൻ്റെ ഫില്ലിങ് ചെയ്ത് കൊടുക്കാം. എങ്ങനെ വേണമെങ്കിൽ നിങ്ങളുടെ ഫില്ലിങ്സൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ് കേട്ടോ. അപ്പം കൂടുതൽ റെസിപ്പീസൊക്കെ ഞാൻ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ വിസിറ്റ് ചെയ്യാൻ മറക്കരുത്. കുറേ അടിപൊളി വെറൈറ്റി റെസിപ്പീസൊക്കെ, ലഞ്ച് ബോക്സ് റെസിപ്പീസൊക്കെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കണ്ടു നോക്കുക. ഇഷ്ടമാണെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, ബൈ. കുക്ക് വിത്ത് ലവ്.